ഹായ് ഗായ്സ്, ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പപ്പട്ടോ ടൗൺ ഒന്ന് നിങ്ങളെ രാവിലത്തെ ഒരു ദൃശ്യം. ഞാൻ ഇതിന് മുമ്പേ നൈറ്റിലുള്ളൊരു ദൃശ്യമാണ് ഞങ്ങൾ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നത്. ഇന്ന് കാണിക്കാൻ പോകുന്നത് രാവിലത്തേത്. ഞാൻ പതുക്കെ നടന്ന് എടുക്കുന്നൊരു വീഡിയോ ആണ് കേട്ടോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. ന്യൂസിലാൻഡിൽ പപ്പട്ടോട്ടോ എന്ന് പറഞ്ഞ ഒരു ഗ്രാമം അല്ല, ഒരു കൊച്ചു ടൗണിൻ്റെ രാവിലത്തെ ദൃശ്യമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഇതാണ് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് പപ്പട്ടോട്ടോയുടെ ഒരു ടൗണിലെ ഫസ്റ്റ് കാണാം. ഇവിടെ കൂടുതലും ഇന്ത്യൻ കമ്മ്യൂണിറ്റിക്കാരാണ് കൂടുതൽ താമസിക്കുന്നത്. അപ്പം ഇതിൻ്റെ തൊട്ടടുത്താട്ടോ ഇവിടെ എല്ലാം കൂടുതൽ ഇന്ത്യൻ ഷോപ്പുകളാണ് കൂടുതലുള്ളത്. ആണ്ട ഈ കാണുന്നത് ഒരു ഇന്ത്യൻ ഷോപ്പാണ്. ഈ കാണുന്നത് ശ്രീകുട്ടി പഠിക്കുന്ന സ്കൂള്. ഇവിടെയും കൂടുതൽ ഇന്ത്യൻ കുട്ടികളാണ് കൂടുതൽ പഠിക്കാൻ വരുന്നത്. ഈ കാണാനെല്ലാം ഷോപ്പുള്ളൂ. ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ, കുറച്ചേ ഉള്ളൂ കേട്ടോ. ടൗൺ എന്നൊക്കെ പറയുമ്പം നമ്മളവിടത്തെ പോലെ ഭയങ്കര വലിയ തിരക്കും കാര്യങ്ങളൊന്നുമില്ല. കുഴപ്പമില്ലാത്ത രീതിയിൽ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ നല്ല തിരക്കായിരിക്കും. പക്ഷേ എന്ന് പറഞ്ഞാലും നമ്മളവിടത്തെ പോലെ ഒന്നുമല്ല കേട്ടോ. ഈ കൊച്ചി ഇടപ്പള്ളിയൊക്കെ പോലെയൊന്നുമല്ല, കുഴപ്പമില്ലാത്ത തിരക്കാണ് ഈ കാണുന്നതൊക്കെ. ഇതെല്ലാം ടൗണിൻ്റെ സ്റ്റാർട്ടിങ് ആണ് കേട്ടോ. ഈ കാണുന്നെല്ലാം ടൗണിൻ്റെ സ്റ്റാർട്ടിങ്ങും കാര്യങ്ങളൊക്കെയാണ്. കൃത്യമായിട്ട് എല്ലാവരും സിഗ്നൽ വരുമ്പോൾ എല്ലാം നിർത്തി, ലൈൻ ക്രോസ് ചെയ്യുന്നില്ല. അല്ല, ആരും ഫ്രണ്ടിലോട്ട് ഇറക്കി നിർത്തുകയോ അങ്ങനെ ഒന്നും ചെയ്യില്ല. എന്താ ക്ലിയർ ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇപ്പം കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ ചെറിയൊരു മഴക്കോളുണ്ട്. ഇന്നലെയൊക്കെ നല്ല മഴയായിരുന്നു. പക്ഷെ എന്ന് പറഞ്ഞാലും നമ്മളെ നാട്ടിൽ അത്ര വലിയ ശക്തിയായിട്ടുള്ള മഴയും കാര്യങ്ങളൊന്നുമില്ല. കുഴപ്പമില്ലാത്ത രീതിയിലുള്ള മഴയാണ് കേട്ടോ. ഫുൾ വലിയ മഴയായിട്ടൊന്നും പറയില്ല, ചെറിയൊരു കാലാവസ്ഥ, ഒരു മഴക്കോള്. ഇപ്പം വിൻ്റർ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി. അപ്പം വിൻ്റർ ആകുമ്പോൾ ഇവിടെ മഞ്ഞ് വീഴ്ച അങ്ങനെയൊന്നുമില്ല. ചെറിയ തണുപ്പുണ്ട്. തണുപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ നമുക്ക് സഹിക്കാൻ പറ്റാത്ത രീതിയിലുള്ള തണുപ്പൊന്നുമില്ല. ചില സമയങ്ങളിൽ ചിലപ്പോഴൊക്കെ 8 ഡിഗ്രി 7 ഡിഗ്രി 6 ഡിഗ്രിയൊക്കെ വരും. ഇതാണ് കേട്ടോ. ഇത് കണ്ടപ്പോൾ എനിക്കിപ്പോൾ ഒരു പാട്ട് ഓർമ്മ വന്നു. ഞാൻ സ്വർഗത്തേക്കാൾ സുന്ദരമാണി സ്വപ്നം വിടരും ഗ്രാമം, പ്രേമവതിയാമേൻ പ്രിയ കാമുകി താമസിക്കും ഗ്രാമം. ചുമ്മാ ഇത് കണ്ടപ്പോൾ പെട്ടെന്ന് എനിക്ക് മനസ്സിൽ വന്നൊരു പാട്ടാട്ടോ. ഇതൊക്കെയാ ഈ കാണാനാണ് ടൗൺ എന്ന് പറയുന്നത്. നിങ്ങൾ വിചാരിക്കും ഭയങ്കര തിരക്കായിരിക്കും എന്നൊക്കെ, പക്ഷെ ന്യൂസിലാൻഡിലെ മിക്ക സ്ഥലങ്ങളിലും ഇങ്ങനെയൊക്കെ തന്നെയാണ്. ചെറിയൊരു ലൈറ്റായിട്ടുള്ളൊരു ട്രാഫിക്കും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഇപ്പോൾ ഇത് വർക്കിംഗ് ടൈം ആയതുകൊണ്ട് ഇത്രയൊക്കെ ഉള്ളൂ. പക്ഷേ കൂടുതലും എപ്പോഴും ഇങ്ങനെയൊക്കെ തന്നെയാണ്. അങ്ങനെ നമുക്ക് ഭയങ്കര വലിയ ടൗൺ ഒന്നും പറയാൻ പറ്റില്ല. എന്നാലും ഈ പപ്പട്ടോയിൽ ഇനി വരാനിരിക്കുന്ന ആൾക്കാർക്കൊക്കെ ഈ വീഡിയോ ഒരു ഉപകാരപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കണ്ട, ആരോമ ഫാഷൻസ്, അതൊരു ഇന്ത്യക്കാരുടെയാണ്. ഈ ബിഗ് ബസാറ്, ഇതൊക്കെ ഇന്ത്യക്കാരുടെ കേട്ടോ. ഇതെല്ലാം ഇന്ത്യക്കാരുടെയാണ്. ജയ് കാർ ഹോൾസെയിൽ റീറ്റെയിൽ, ഇതൊക്കെ കാറൊക്കെ ഇവിടെ കൂടുതലും സെക്കൻഡ് ഹാൻഡ് കാറുകളാണ് കേട്ടോ. ജപ്പാനിൽ നിന്ന് ഇറക്കുന്ന സെക്കൻഡ് ഹാൻഡ് കാറുകളാണ് കൂടുതലും ഇവിടെ ഉള്ളത്. കുറഞ്ഞ റേറ്റിലും കാര്യങ്ങളൊക്കെ കിട്ടും. ഇത് ഈ കാണുന്നത് ക്വാളിറ്റി എന്ന് പറയുന്ന ഒരു ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റാണ്. ഇവിടെ നമ്മളെ ഇന്ത്യയിൽ കിട്ടുന്ന സാധാരണ എല്ലാ സാധനങ്ങളും കിട്ടും. ഈ കാണുന്നതൊക്കെ അതുകൊണ്ടൊരു വലിയ വണ്ടി കൊണ്ടുപോകണം. ഇതാണ് പപ്പട്ടോട്ടോയ് എന്ന് പറയുന്ന ചെറിയ ടൗണ്. ന്യൂസിലാൻഡിലെ ഒരു ചെറിയ ടൗണാണ്. നല്ല സൈലൻ്റ് ആയിട്ടുള്ളൊരു പ്ലേസാണ് കേട്ടോ. നല്ല സൈലൻ്റ് ആയിട്ടുള്ളൊരു
പ്ലേസാണ്. നല്ല സ്ഥലമാണ്. നമുക്ക് ആരും ആരുടെ കാര്യത്തിൽ ഇടപെടാനോ ഒന്നും വരില്ല. ഇത് പ്രോപ്പർ ടൗണാണ് കേട്ടോ. ടൗണിൻ്റെ പപ്പട്ടോ എന്ന് പറഞ്ഞതിൻ്റെ സെൻട്രലിലുള്ള ടൗണാണ്. ഈ കാണുന്നത് $2 ഷോപ്പാണ്. $2 ഷോപ്പ് എന്ന് പറഞ്ഞാലും വില കുറവാണ്. കൂടുതലും ചൈനീസ് സാധനങ്ങളാണ് കൂടുതലും. എല്ലാ സാധനങ്ങളും ഉണ്ട് ഇവിടെ. ഇതെല്ലാം ഇന്ത്യനാണ്. ഇത് നമ്മളുടെ ഓക്ലാൻഡ് ട്രാൻസ്പോർട്ടിൻ്റെ ഇതാണ് 80. അതായത് നമ്മുടെ നാട്ടിലത്തെ KSRTC ബസ് പോലത്തതാണ്. ഇപ്പോൾ ആണല്ല, ഇപ്പം പോയില്ലേ. അത് നമ്മൾ കാർഡ് ഇവിടെ ഇതൊന്നുമല്ല, ആ ഡ്രൈവർ മാത്രമേ ഉള്ളൂ. നമ്മളെല്ലാം കാർഡ് സ്വൈപ്പ് ചെയ്ത് ആണ് കയറുന്നതും കാര്യങ്ങളൊക്കെ. കണ്ടാ, ഇവിടെ ഇതിനെ പ്രസ് ചെയ്യട്ടെ. ഇനി നമുക്ക് ക്രോസ് ചെയ്യണം. ഇവിടെ ജസ്റ്റ് ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കഴിയുമ്പം അവിടെ ആ സിഗ്നലിൽ അവിടെ നടക്കാനുള്ളൊരു ഓപ്ഷൻ വരും. ഇപ്പം നമ്മൾ നടക്കണം. ഒരു ചെറിയൊരു അലാറം പോലെ കേൾക്കുകയൊക്കെ ചെയ്യും. നമുക്കിനി ക്രോസ് ചെയ്തിട്ട് അടുത്ത വീഡിയോ. ഇപ്പം ക്രോസ് ചെയ്തു, അലാറം കേട്ടു. നമ്മളിങ്ങനെ ക്രോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കണ്ടോ, ഇത് നിങ്ങൾ നോക്കുമ്പം കൂടുതലും ഇന്ത്യൻ പേരുകളായിരിക്കും കൂടുതൽ കാണുന്നത് തന്നെ. കാരണം ഇവിടെ കൂടുതലും ഇന്ത്യൻ കമ്മ്യൂണിറ്റിക്കാരൊക്കെ കൂടുതൽ. ഈ ന്യൂസിലാൻഡിൽ ഏറ്റവും കൂടുതൽ ഇന്ത്യൻ കമ്മ്യൂണിറ്റിക്കാർ താമസിക്കുന്നത് ഇവിടെയാണ്. പഞ്ചാബി, ഗുജറാത്തി, മലയാളി അങ്ങനെ ഇന്ത്യയിലുള്ളത്. തമിഴരുടെ വളരെ ചുരുക്കമേ കണ്ടിട്ടുള്ളൂ. തമിഴ്നാട്ടിൽ നിന്നൊക്കെ കൂടുതലും കേരള, പഞ്ചാബ്, ഗുജറാത്ത് സ്ഥലങ്ങളാണ്. ഒക്കെ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. കുറേ സ്ഥലങ്ങളെല്ലാം നമ്മളുടെ കുറേ കടകൾ, സ്ഥലങ്ങളല്ല കുറേ കടകൾ. ഇത് KMart 100 പ്ലാസ എന്ന് പറയും. ഇത് ചെറിയൊരു ഷോപ്പിംഗ് മോളാണ് കേട്ടോ. കണ്ടാ, നമ്മളെ ഇന്ത്യയിൽ എങ്ങനെയാണോ അതേപോലെ കേട്ടോ ഈ കാണുന്നത്. നിങ്ങൾക്കിത് വായിക്കാൻ പറ്റുമെന്നെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. എല്ലാം ഇന്ത്യൻ പേരുകളായിരിക്കും കൂടുതൽ കാണുന്നത്. ഇന്നിപ്പം ഇന്ത്യക്കാരെ കാണുന്ന കുറവാട്ടോ. സാധാരണ എപ്പം നോക്കിയാലും ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം നമ്മളെ ഇന്ത്യക്കാരെ കാണാൻ പറ്റും. ഇപ്പം ഇന്ത്യക്കാർ ഭയങ്കര കുറവാണ് കാണാൻ. ഇതും മാക്ഡൊണാൾഡ്സ്, ഫ്രഷ്, ഇതെല്ലാം ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റുള്ളൂ ഈ കാണുന്നതൊക്കെ. ഇതൊക്കെ നമ്മളുടെ ഇന്ത്യൻ ഉള്ളത്. ഇത് നമ്മളെ കേരളത്തിൻ്റെയൊക്കെ ഒന്നുമല്ല, ഇന്ത്യ മറ്റേ ഇത് ഗുജറാത്തികളുടെയൊക്കെ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ടെക്സ്റ്റൈൽസൊക്കെ കാണുന്നൊക്കെ. എനിക്ക് തോന്നുന്നു നൈറ്റിൽ നിങ്ങൾ ഇതൊക്കെ കണ്ടിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പക്ഷെ നൈറ്റിൽ പക്ഷെ ക്ലിയർ ആണല്ലോ. ഞാൻ കാറിൽ നിന്നാണ് എടുത്തത്. ഇതിപ്പം നടന്നാണ് രവി ജ്വല്ലറി. അടുത്ത സ്വിച്ച് അമർത്തിയിട്ട് അടുത്ത ക്ലോസ് ചെയ്യണം. ഇതിൻ്റെ അപ്പുറത്ത് കുറച്ച് ആ കാണുന്നത് ആ ഒരു ഗ്രേ അല്ലല്ലോ, ആ ഒരു ലൈറ്റ് ആയിട്ടുള്ള ആ കളർ ഉണ്ടല്ലോ, ക്രീമി ആയിട്ടുള്ള കളർ. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുരുദ്വാരാണ് കേട്ടോ. ഗുരുദ്വാര പഞ്ചാബികളുടെ. ഇത് പൂജ ജ്വല്ലറി. ഇത് ബാർഫുട്ട്, ദേവി ജ്വല്ലറി. ഇനി ഞാൻ ക്രോസ് ചെയ്തിട്ട് അടുത്ത വീഡിയോ കാണിക്കാവേ. ഞാൻ ക്രോസ് ചെയ്തിട്ട് ഇതാ അടുത്ത ഇതിലോട്ട് കയറുകയാണ്, ഫുട്പാത്തിലോട്ട് കയറുകയാണ്. നല്ല ഇതൊക്കെ ഉണ്ടോ നമ്മളുടെ, ഞാൻ അന്ന് പറഞ്ഞില്ലേ ആ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ നമ്മളെ ബിരിയാണി വാർപ്പ് അങ്ങനത്തെ കാണല്. ഇതൊക്കെ ഇന്ത്യക്കാരുടെ കേട്ടോ. ഇവിടെ മൊത്തം ഇന്ത്യക്കാരുടെ സാധനങ്ങളാട്ടോ. എല്ലാം ഇന്ത്യക്കാരുടെ സാധനങ്ങളാണ്. ബിരിയാണി വാല,
ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം. നിങ്ങൾക്ക് ബോറടിക്കണമെന്നുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ. ഇതെല്ലാം ഇന്ത്യക്കാരുടെ ഫുഡുകൾ കേട്ടോ, കാണാനല്ല. ഖാൻസ് ഇവിടെ നിന്ന് ഇനി കുറച്ചപ്പുറം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കടകളും കാര്യങ്ങളൊന്നും ഇല്ല. ഇത്രേ ഉള്ളൂ പപ്പട്ടോട്ടോയുടെ ഒരു ടൗൺ എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. ഈ കാണുന്നൊക്കെയാണ്. അങ്ങോട്ടൊക്കെ ഉണ്ട് കേട്ടോ. അത് അത്ര ദൂരമൊന്നുമില്ല, കുറച്ച് ഒരു 200 മീറ്റർ ഒക്കെ നടക്കാനുള്ള ദൂരം മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ അങ്ങോട്ട് പിന്നെ കടകളൊന്നുമില്ല, പിന്നെ റോഡും കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൗൺ ആയതുകൊണ്ട് ഈ ചുറ്റുപടുന്ന സ്ഥലങ്ങളിലെല്ലാം ഇങ്ങനെ നമ്മളിപ്പോൾ ഇടപ്പള്ളി ജംഗ്ഷൻ എന്നൊക്കെ പറയില്ല, അതേപോലെ കടകളും കാര്യങ്ങളൊക്കെയാണ്. ഇങ്ങനെ തന്നെയാണ് ഓൾമോസ്റ്റ് എല്ലാ സ്ഥലങ്ങളും. പക്ഷേ ഇവിടെ കൂടുതലും ഇന്ത്യക്കാരുടേതാണ്. പിന്നെ കുറച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കാണുന്നതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ സെക്കൻഡ് ഹാൻഡ് കാറുകൾ കാര്യങ്ങളാണ്. ഇവിടെ കൂടുതലും സെക്കൻഡ് ഹാൻഡ് കാറുകളാണ്. ജപ്പാനിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന സെക്കൻഡ് ഹാൻഡ് കാറുകളാണ്. എല്ലാം നല്ല ലാഭമൊക്കെയാണ്. നമ്മൾ ബെൻസും കാര്യങ്ങളൊക്കെ ഇവിടെ വില കുറവാണ്. മിനി കൂപ്പർ ഇതൊക്കെ ഇവിടെ വില കുറവാണ്. ഇത് പപ്പട്ടോട്ടോയിലുള്ള ഒരു പള്ളിയാണ് കേട്ടോ. ഇതെല്ലാം സെക്കൻഡ് ഹാൻഡ് കാറുകളാണ്. ഇവിടെ ഫുൾ സെക്കൻഡ് ഹാൻഡ് കാറുകളും കാര്യങ്ങളാണ്. ഈ കാണുന്ന എല്ലാം സെക്കൻഡ് ഹാൻഡ് കാറുകളാണ്. കഴിഞ്ഞു. ഇത് കഴിഞ്ഞ് എൻ്റെ അപ്പുറത്തോട്ട് പിന്നെ കടകളൊന്നുമില്ല. പിന്നെ അടുത്തുനിന്ന് കുറച്ചും കൂടെ നല്ല ഒരു 2 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ സെയിം ഇതേപോലെ തന്നെ കുറച്ചും കൂടെ. പക്ഷെ അവിടെ ഇന്ത്യക്കാരുടെ ഒന്നുമല്ല, അവിടെയൊക്കെ ഐലാൻഡേഴ്സിൻ്റെ ഫുഡും കാര്യങ്ങളും അങ്ങനത്തെ ഐറ്റങ്ങൾ. ഇവിടെ ഇപ്പം ഞാൻ കണ്ടത് ഇത്രയാണ് പപ്പട്ടോയ് ടൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഇവിടെ ഓൾഡ് ടൗണും ന്യൂ ടൗണും ഉണ്ട്. എനിക്ക് തോന്നുന്നു ഇത് ന്യൂ ടൗൺ എന്നാണ് തോന്നുന്നത്. കാരണം വെച്ചാൽ ഇവിടെ എല്ലാം പുതിയ പുതിയ കടകളാണ്. ഇത് മിഡിൽമോർ ഹോസ്പിറ്റലിലോട്ട് പോകുന്ന വഴിയാണ്, ഷെർലി റോഡ്. ആദ്യം ഞാൻ താമസിച്ചിരുന്നത് ഷെർലി റോഡിൽ ഒമാന എന്ന് പറഞ്ഞൊരു ഹോട്ടലായിരുന്നു. അത് കഴിഞ്ഞ് ഇപ്പോൾ മാറിയിട്ട് ഇപ്പുറത്തോട്ടായി. ഒമാന റോഡിലും കൂടുതലും ഇന്ത്യക്കാരാണ് താമസിക്കുന്നത്. എല്ലാം ഈ മിഡിൽമോർ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് കേട്ടോ. നഴ്സുമാരും കാര്യങ്ങളാണ് കൂടുതലും ഈ പപ്പട്ടോ ആശ്രയിച്ച് താമസിക്കുന്നത്. പിന്നെ പഞ്ചാബികളും ഗുജറാത്തികളും. ഇപ്പോൾ കഴിഞ്ഞു ഗൈസ്. ഇതിൻ്റെ അപ്പുറത്തോട്ട് ഞാൻ ഈ പറഞ്ഞ പോലെ 2 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ഇനി അടുത്ത് ഇതേപോലത്തെ ഒരു ടൗണും കാര്യങ്ങളൊക്കെ ഉള്ളൂ. അപ്പം ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. എന്തെങ്കിലും മെൻഷൻ ചെയ്യണമെങ്കിൽ കമൻറ്റിൽ അത് മെൻഷൻ ചെയ്യുക. ഓക്കെ, ബൈ. ഞാൻ ഇവിടെ നിന്ന് ഷോർട്ട് കട്ടാണ് കേട്ടോ. ഈ ഗ്രൗണ്ട് ക്രോസ് ചെയ്ത് കയറുന്നത് നമ്മളെ വീട്ടിൻ്റെ ഭാഗത്തോട്ടാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തിനിങ്ങനെ കിടന്ന് കറങ്ങി പോകുന്നത്, ജസ്റ്റ് ഒന്ന് ഈ വഴി കൂടെ ഷോർട്ട് കട്ട് ചെയ്തും കയറാമെന്ന് വിചാരിച്ചു. പക്ഷേ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇന്നലത്തെ മഴയുണ്ട്, ഈ പുല്ലുകളിൽ നിറച്ചും വെള്ളമാണ്. അപ്പം ഷൂസോ ചെരുപ്പൊക്കെ ഉണ്ടെങ്കിൽ ഫുൾ വെള്ളമായിരിക്കും. ആ ഒറ്റ കാരണം കൊണ്ടാണ് ഞാൻ അപ്പുറത്തൂടെ കറങ്ങി വന്നത്. ഇനിയിപ്പം ഇത്രയും നടന്നുകൊണ്ട് ഞാൻ തിരിച്ച് ഇങ്ങനെ കട്ട് ചെയ്ത് കാണുന്നു. അങ്ങ് കാണുന്ന ആ ഒരു ഓറഞ്ച് കളർ അതാണ് കേട്ടോ എൻ്റെ കാറ്. അപ്പോൾ ഞാൻ കാറിന് അങ്ങോട്ട് പോവാം, അല്ലെങ്കിൽ പിന്നെ ഈ പറഞ്ഞത് ഇവിടെ പാർക്ക് ചെയ്തിട്ട് പോവാം. ഉണ്ടാ ഇവിടെ പാർക്ക് ചെയ്തിട്ട് നമ്മളിവിടുത്തെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ
എല്ലാ സ്ഥലത്തും ഇങ്ങനെ പാർക്കിംഗ് ഏരിയ ഉണ്ട് കേട്ടോ. അതായത് പെയ്ഡ് പാർക്കിംഗ് അല്ല, ഫ്രീ പാർക്കിങ്. വണ്ടി ഒതുക്കിയിട്ടിട്ട് സാധനങ്ങൾ മേടിക്കാൻ പോവാം അങ്ങനെ. അല്ലെങ്കിൽ പിന്നെ കടകളുടെ ഫ്രണ്ടിൽ കുറച്ച് പാർക്കിങ്, അതായത് 2 കാർ ഇടാനുള്ള റോഡ് സൈഡിൽ തന്നെ അവിടെ വരച്ച് വെച്ചിട്ടുണ്ട്, വെള്ള വര. ആ റോഡ് സൈഡിൻ്റെ അവിടെ ചെറിയൊരു ആ വരയ്ക്കുള്ളിൽ 2 കാറൊക്കെ പാർക്ക് ചെയ്യാം. ഇപ്പം ഞാൻ വിചാരിക്കുന്നത് എനിക്കിപ്പം കറങ്ങി, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ശ്രീകുട്ടിയുടെ സ്കൂളിൽ നിന്ന് കവർ ചെയ്ത് ഇങ്ങനെ കറങ്ങി വരണം റോഡ് വഴി. അതിന് വരെ ഞാൻ ഇങ്ങനെ കട്ട് ചെയ്ത് കയറണേ. ഇതോ കാണുന്നുണ്ടല്ലേ, ഇതാ അവിടെ കുറച്ച് പാർക്കിംഗ് ഉണ്ടോ. ഈ പാർക്കിങ്ങിൻ്റെ അവിടെ നിന്ന് നേരെ കയറുന്നത് വീട്ടിലോട്ടാണ്. ഇപ്പം ഞാൻ ഇവിടെ കാർ ഒതുക്കിയിട്ടേക്കുന്നുള്ളതുകൊണ്ട് ഈ ഭാഗത്തുനിന്ന് കയറിയിട്ട് ഇവിടെ നിന്ന് വളച്ച വണ്ടി എടുത്തുകൊണ്ട് പോകാമെന്ന് വിചാരിക്കാം. ഇത് നിങ്ങളടുത്ത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എല്ലായിടത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ നൈറ്റ് വ്യൂ എടുത്തിട്ടുണ്ട്, പിന്നെ ഡേ വ്യൂ ഒരു ദിവസം എടുത്ത് തരാമെന്ന്. അതുകൊണ്ടാണ് ഇത് ഉദ്ദേശിക്കുന്നത്. ഈ വീഡിയോ ഉദ്ദേശിക്കുന്നത് തന്നെ ഇവിടെ ഇനി വരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഒരു എന്താണ് ന്യൂസിലാൻഡിലെ പപ്പട്ടോട്ടോ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ കമ്മ്യൂണിറ്റിക്കാർ താമസിക്കുന്ന ഒരു സ്ഥലത്തെ കുറിച്ചുള്ളൊരു ഐഡിയ ആണ്. പിന്നെ വേറൊരു കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നാട് മിസ് ചെയ്യില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ വേറൊരു രാജ്യത്തൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ കൂടുതലും ഇപ്പോൾ യു കെയിലൊക്കെ മൊത്തവും മലയാളികളാണ്. യു കെ അല്ലാതെ ഞാൻ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ വേറെ സ്ഥലത്തൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നാട് മിസ്സിങ് അങ്ങനത്തെ പരിപാടി ഉണ്ടാവുമല്ലോ, അങ്ങനത്തെ ഒരു ചിന്ത ഉണ്ടാവും. എനിക്ക് ആദ്യം ഇവിടെ വന്ന സമയത്തൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മളെ സാധനങ്ങളും നമ്മളുടെ അരി നമ്മൾ സ്ഥിരം കഴിച്ചുകൊണ്ടിരിക്കുന്ന സാധനങ്ങളെല്ലാം ഇവിടെ കിട്ടുമെന്ന് അറിഞ്ഞപ്പോൾ ഓൾമോസ്റ്റ് നമുക്കൊരു ഓക്കെ ആണ് ഇവിടെ. അങ്ങനെ ഒരു നാട് മിസ്സിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അമ്പലം അങ്ങനത്തെ കാര്യങ്ങളും പിന്നെ നമ്മളുടെ അവിടുത്തെ ഫുഡ് കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ചെറുതായിട്ട് നാട് മിസ്സിങ് ഉണ്ട്. അല്ലാതെ പക്ഷം നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം ഇവിടെ ന്യൂസിലാൻഡിൽ കിട്ടും. പിന്നെ ഓരോ സ്ഥലത്തും ഓരോ റേറ്റാണ്. ഇവിടെ എല്ലാത്തിനും ഒരു സെപ്പറേറ്റ് പ്രൈസ് ടാഗ് അങ്ങനെയൊന്നുമില്ല. ഒരു കടക്കാർ എന്ത് തീരുമാനിക്കുന്നു അതാണ് ഇവിടുത്തെ പ്രൈസ്. ചിലപ്പം ഇവിടെ ഇപ്പം ഉദാഹരണത്തിന് നാട്ടിലത്തെ 20 രൂപയുടെ ഒരു സാധനം ഇവിടെ ഉണ്ടെങ്കിൽ അത് പല കടയിലും പല റേറ്റ് ആയിരിക്കും. ചില കടയിൽ ചിലപ്പോൾ അത് 19 രൂപയോ, ചില കടയിൽ അത് 10 രൂപയോ, ചില കടയിൽ അത് 25 രൂപയോ ഒക്കെ ആയിരിക്കും. അങ്ങനത്തെ ഒരു സംഭവമുണ്ട്. അത് മാറിക്കഴിഞ്ഞാൽ അതും ഒരു ബുദ്ധിമുട്ടുള്ളൊരു സംഭവമാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെയെന്ന് പറഞ്ഞാൽ നാട് നല്ല നാടാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.